വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോട് നെല്ലിക്കോട് മണ്ണിടിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരു മരണം. മണ്ണിനടിയിൽ കുടുങ്ങിയ 2 തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. നഗരത്തോട് ചേർന്നുള്ള ബൈപ്പാസിൽ പുതിയ 6 വരിപ്പാതയ്ക്ക് സമീപം സ്വകാര്യ ഫ്ളാറ്റിന്റെ നിർമ്മാണം നടക്കുന്ന സ്ഥലത്താണ് അപകടമുണ്ടായത്. മണ്ണിടിഞ്ഞ് തൊഴിലാളികളുടെ മുകളിലേക്ക് വീഴുകയായിരുന്നു. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, ആദ്യ പ്രതികരണം വരുമ്പോൾ തന്നെ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഇത് ഒഴിവാക്കാമായിരുന്ന ഒരു അപകടമാണ്, പലതവണ മുന്നറിയിപ്പ് നൽകിയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? എന്താണ് നിലവിലെ സാഹചര്യം? ശ്രീജ, അങ്ങേയറ്റം അശാസ്ത്രീയമായ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടന്നിരുന്നതെന്ന് നാട്ടുകാർ നേരത്തെ തന്നെ പരാതി പറഞ്ഞിരുന്നു. പലവട്ടം ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കളക്ടർക്കടക്കം പരാതി നൽകിയിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ നിർമ്മാണം നടക്കുന്ന ഫ്ളാറ്റിന്റെ ഒരു വശം, ആ ഭാഗത്തെ മണ്ണ് പൂർണ്ണമായി എടുത്തു നീക്കുകയും അവിടെ സംരക്ഷണ ഭിത്തി ഇല്ലാത്ത അവസ്ഥയിൽ, അതായത് മണ്ണ് ഏത് നിമിഷവും താഴേക്ക് വീഴാവുന്ന തരത്തിൽ സ്ഥിതി ചെയ്യുകയുമായിരുന്നു. ആദ്യഘട്ടത്തിൽ നാട്ടുകാർ എതിർപ്പുമായി വന്നപ്പോൾ അത് കാര്യമായ മണ്ണെടുക്കുന്നില്ല എന്ന് പറയുകയും പിന്നീട് ടാർപോളിൻ പായകൾ ഇട്ടത് മൂടി അതിന്റെ പിൻവശത്താണ് പിന്നീട് ഈ മണ്ണെടുക്കൽ നടപടിക്രമങ്ങൾ നടന്ന് വന്നിരുന്നത്. എന്തായാലും അത് അങ്ങേയറ്റം അപകടകരമായ സ്ഥിതിയിലാണ് എന്ന് കഴിഞ്ഞ ദിവസം പോലും നാട്ടുകാർ പരാതിപ്പെട്ടിരുന്നുവെന്നും പറയുന്നു. ഫ്ളാറ്റിന്റെ നിർമ്മാണത്തിനായി പൈലിംഗ് ജോലികൾ നടക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് ഈ മണ്ണ് പൂർണ്ണമായും ഇടിഞ്ഞു വീണത്. 3 തൊഴിലാളികൾ, പശ്ചിമബംഗാൾ സ്വദേശികളായ 3 പേരായിരുന്നു അപകടത്തിൽ പെട്ടത്. 2 പേരെ എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ അവിടുന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. പക്ഷേ മൂന്നാമൻ ഈ മണ്ണിനുള്ളിൽ പൂർണ്ണമായും കുരുങ്ങിക്കിടക്കുകയായിരുന്നു. അവിടെ ഫയർഫോഴ്സും പോലീസും ഒക്കെ എത്തി തെരച്ചിൽ നടത്തി. നാട്ടുകാരുടെയൊക്കെ സാന്നിധ്യത്തിൽ തെരച്ചിൽ നടത്തിയെങ്കിലും അദ്ദേഹത്തെ ജീവനോടെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പിന്നീടാണ് അദ്ദേഹത്തെ മണ്ണിൽ നിന്നും പുറത്തെടുത്ത് ഏതാണ്ട് 1.5 മണിക്കൂറിനധികം അദ്ദേഹം ഇടിഞ്ഞു വീണ മൺകൂനയ്ക്കുള്ളിൽ കഴിയുകയായിരുന്നു. ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലത്തും പൈലിങ്ങുകൾ ചെയ്യുന്നതിന്റെ ഭാഗമായുള്ള ഇരുമ്പ് കമ്പികളും മറ്റുമൊക്കെ ഉള്ള തൂണുകൾ കെട്ടി വെച്ചിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആണ് ഈ അപകടത്തിന്റെ ഒരു വ്യാപ്തി കൂടിയത്. ഒപ്പം ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടയിലും അതിന്റെ ഇടിഞ്ഞിരുന്ന മണ്ണിന്റെ ഒരു ഭാഗം വീണ്ടും ആ സ്ഥലത്തേക്ക് തന്നെ ഇടിഞ്ഞു വീണത് രക്ഷാപ്രവർത്തകർക്കും അവരുടെ ജീവനും ഭീഷണിയാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു. എന്തായാലും വലിയ പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കാരണം ഇത്ര അധികം മണ്ണ് ഇങ്ങനെ തൂക്കായി എടുത്താൽ അത് താഴേക്ക് വീഴാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഒപ്പം ഈ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി തന്നെ വലിയ മഴ കോഴിക്കോട് ഭാഗത്ത് പെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ കാലവർഷമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ മണ്ണിലേക്ക് കൂടുതൽ വെള്ളം ഒഴുകി ഇറങ്ങുന്ന സാഹചര്യത്തിൽ ഇത് ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. താഴ്ഭാഗത്ത് അംഗൻവാടി അടക്കമുള്ള ചില സ്ഥാപനങ്ങളുണ്ട്. ഒരുപാട് വീടുകളും സ്ഥിതി ചെയ്യുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് ആ വീടുകളിൽ സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ വീടുകൾ നിലനിൽക്കുന്ന സ്ഥലത്തെ ആളുകളുടെ ജീവന് വലിയ തോതിൽ ഭീഷണിയാവും. ഒപ്പം ആ വഴിയിലേക്ക് മണ്ണിടിഞ്ഞു വീഴുമ്പോൾ ആ വഴി പൂർണ്ണമായും അതിൽ നടന്നു പോകാൻ പോലും കഴിയാത്തൊരു സാഹചര്യമുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളാണ് നാട്ടുകാർ പരാതിയായി ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ ഇതൊന്നും കാര്യമായി വകവെച്ചില്ല. നിർമ്മാണം നടത്തിയിരുന്ന കമ്പനി അല്ലെങ്കിൽ ഈ സ്ഥലത്ത് നിർമ്മാണം നടത്തുന്ന ആളുകൾ ഈ പരാതികളെ പൂർണ്ണമായും അവഗണിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു. എന്തായാലും ഇത്തരം നടപടികൾ കൃത്യമായി എടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരു തൊഴിലാളിയുടെ വിലപ്പെട്ട ജീവൻ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. തൊഴിലാളിയുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. പലതവണ നാട്ടുകാരുൾപ്പെടെ മുന്നറിയിപ്പ് നൽകിയതാണ്. അശാസ്ത്രീയമായ മണ്ണെടുപ്പിൽ 2 പേരുടെ ജീവൻ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. പക്ഷെ ഒരു തൊഴിലാളിക്ക് ജീവൻ നഷ്ടമായി. രക്ഷാപ്രവർത്തനത്തിനിടെ പോലും മണ്ണ് ഇടിഞ്ഞു വീഴുന്നത് ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു.